ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം ഉണ്ടാകട്ടെ. ഈ ഈശോ നിൻ്റെ പ്രാർത്ഥനകളിലേക്ക്, നിൻ്റെ നിയോഗങ്ങളിലേക്ക്, നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 34-ാം തിരുവചനം. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുക. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ഈശോ താൻ ഉന്നതത്തിൽ നിന്ന് വന്നവനാണ്. ഉന്നതത്തിൽ നിന്ന് വന്നവൻ ഭൗമികർക്ക് മുകളിലാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഞാൻ ദൈവം അയച്ചു, ഞാൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ക്രിസ്തുവിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഒന്ന് ചോദിക്കട്ടെ, ഈ ഈശോയുടെ നാമത്തിലല്ലേ നീ ക്രിസ്ത്യാനിയായത്? നീ ക്രിസ്ത്യാനിയാണെന്ന് പരക്കെ പറഞ്ഞു നടക്കുമ്പോൾ, ദേവാലയങ്ങളൊക്കെ പോകുമ്പോൾ ഈ ക്രിസ്തുവല്ലേ നിന്നിൽ വസിക്കുന്നത്? ഇവനാണ് നിന്നിൽ വസിക്കുന്നതെങ്കിൽ നിൻ്റെ അധരം പുറപ്പെടുവിക്കുന്ന വാക്കുകൾ സ്വർഗത്തിൽ നിന്നുള്ള വാക്കുകളാണോ, അത് വെറും ഭൗമികമായ തലമാണ്? ദൈവത്തിൽ നിന്ന് വന്നവൻ ദൈവത്തിൻ്റെ അധരങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ സംസാരിക്കും. ആ വാക്കുകളൊരു അരൂപിയുണ്ട്, ഒരു അഭിഷേകമുണ്ട്, ഒരു ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട്. പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അധരങ്ങളെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാനും അധരങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു മാർഗമായിട്ട് സ്വീകരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോ, ഈ വ്യക്തി നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വാക്കുകൾ അധരങ്ങളെ നിക്ഷേപിക്കണമേ എന്നും നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഈ വ്യക്തിക്ക് ഇടവറ്റേ എന്നും പ്രാർത്ഥിക്കുന്നു. ഈ ദിവസത്തിന് വേണ്ടിയായ കൃപകൾ, നന്മകൾ, സംരക്ഷണം എല്ലാം നിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിട പൂജിത രക്ഷാ